തൃശൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന പന്തയം ആരും മറന്നു കാണാൻ ഇടയില്ല. സുരേഷ് ഗോപി തോറ്റാൽ തന്റെ പക്കലുള്ള സ്വിഫ്റ്റ് ഡിസയർ കാർ കോൺഗ്രസ് പ്രവർത്തകന് നൽകുമെന്നും കെ മുരളീധരൻ തൃശൂരിൽ തോറ്റാൽ തന്റെ വാഗണാർ കാർ സുനിക്ക് നൽകുമെന്ന് ചാവക്കാട് സ്വദേശി ബൈജു തെക്കനും തമ്മിലായിരുന്നു പന്തയം വെച്ചത്. പന്തയം തോറ്റതോടെ കാർ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ബൈജു. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുമ്പ് തൃശൂരിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പന്തയമുണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തോൽക്കുകയാണെങ്കിൽ തന്റെ വാഗണർ കാർ നൽകുമെന്നായിരുന്നു ചാവക്കാട് സ്വദേശിയായിട്ടുള്ള ബൈജു തെക്കൻ പറഞ്ഞിരുന്നത്. പകരം സുരേഷ് ഗോപി തോൽക്കുകയാണെങ്കിൽ തന്റെ സ്വിഫ്റ്റ് കാർ നൽകുമെന്ന് ചാവക്കാട് സ്വദേശിയായിട്ടുള്ള സുനിയും ബെറ്റുവെച്ചു. ആ പന്തയ വീഡിയോ ഒന്ന് കാണാം. സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ KL 46T 3622 എന്ന വാഗണർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കാറ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. കെ മുരളീധരൻ ജയിക്കുമെന്നാണ് എന്റെ ഈ മാരുതി സ്വിഫ്റ്റ് ഡിസയർ ബൈജുവിന് കൈമാറുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കെ മുരളീധരൻ മാത്രമല്ല, ചാവക്കാട് സ്വദേശിയായിട്ടുള്ള ബൈജു തെക്കൻ കൂടിയാണ് തോറ്റത്. അതും ഒരു പന്തയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തോൽവി. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ബൈജു ആണ്. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഒരു തോൽവി? ഒരിക്കലും ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഈ തോൽവിയുടെ ആഘാതം തീർച്ചയായും കുടുംബത്തിലേക്കും ബാധിച്ചിട്ടുണ്ട്. ചെറിയ മക്കൾ വരെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. എനിക്ക് ഒരു കാറ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി, അവിഷമത്തിനേക്കാൾ ഉപരി കെ മുരളിയേട്ടന്റെ തോൽവി, അത് സഹിക്കാൻ പറ്റാത്ത, ഇപ്പോഴും അതിൽ നിന്ന് നമ്മൾ റിമൂവ് ആയിട്ടില്ല. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമായിരുന്നു. പ്രത്യേകിച്ച് ചാവക്കാട് മണ്ഡലത്തിന്റെ ചുമതലയിലൊക്കെ ഇരുന്ന ആളായിരുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ ചുമതല പിന്നീട് ഈ ബ്ലോക്ക് ഭാരവാഹിയൊക്കെയാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു തോൽവിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ? ഒരിക്കലും തോൽവിയിലേക്ക്. എന്തായിരുന്നു ഇതിങ്ങനെ ഒരു തോൽവിയിലേക്ക് നയിച്ചതിന് കാരണം? എന്തൊക്കെയോ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ സാധാരണ പ്രവർത്തകരൊക്കെ വളരെ സജീവമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഒരു ഭാരവാഹികളെ കുത്തിക്കയറ്റുക, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകണം. പല ഭാരവാഹികളെയും ഇവര് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ള അറിയില്ല. ഈ പന്തയം വയ്ക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ എന്റെ പാർട്ടി മുരളിയേട്ടൻ ജയിക്കുമെന്ന് 100% വിശ്വാസം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. എന്റെ മണ്ഡലത്തില് 3000 പരം വോട്ടുകൾക്ക് ലീഡാണ്. നിയോജക മണ്ഡലത്തില് 7000 വോട്ടിന് ലീഡാണ്. പക്ഷെ അവിടെയും കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും ജില്ലാ നേതൃത്വം തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. വീട്ടിലൊക്കെ ഇത് പന്തയം വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, വീട്ടുകാര് എന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവര് നമ്മളോടൊന്നും പറയാറില്ല. എന്തായാലും എന്റെ ഒരു പാപ്പൻ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു, ഇത്രയും വലിയൊരു ബെറ്റിലേക്കൊന്നും നീ പോവാമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഉപദേശം ഉണ്ടായി. ഏത് സാഹചര്യത്തിലായിരുന്നു ഈ ബെറ്റ്? മണിക്കൂറുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന ദിവസം ഇതുപോലുള്ള സമയത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഈ സുഹൃത്താണ് നമ്മുടെ ബെറ്റിന്. BJP പ്രവർത്തകനാണ്, ചിത്രകാരനാണ്, സുനിൽ ചില്ലി. അപ്പോ ആ മുല്ലത്ര ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംവാദത്തിലേക്ക് ഏർപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ ആരാധന പുരുഷനാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഒരു കലാകാരനാണ്. ഈ കലാകാരന്മാര് തമ്മിലുള്ള ആ ഒരു ബഹുമാനം, അപ്പൊ അദ്ദേഹം ഒരുപാട് അതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു സംവാദത്തിൽ നിന്ന് അതൊരു ബെറ്റിലേക്ക് കലാശിച്ചു. ആ നേരത്ത് എന്റെ കാറുണ്ട്, അദ്ദേഹത്തിന്റെ കാറുണ്ട്. പെട്ടെന്ന് സുനി പറഞ്ഞു, സുരേഷ് ഗോപിയുടെ പരാജയപ്പെടുകയാണെങ്കിൽ എന്റെ വാഗണർ സ്വിഫ്റ്റ് ഡിസൈനർ കാറ് ബൈജുവിന് തരാം. തിരിച്ച് ഞാൻ അങ്ങോട്ടേക്കും പറഞ്ഞു, ഇവിടെ മുരളിയേട്ടൻ പരാജയപ്പെടുകയാണ്, സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ എന്റെ ഈ വാഗണർ കാറ് താങ്കൾക്കും തരാം. ആ സമയത്താണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ചൈതന്യ ഷെരീഫ്, ഗുരുവായൂര് പടിഞ്ഞാറ് നടയില് ഫ്ലവർ കച്ചവടമൊക്കെ നടത്തുന്ന ആള്, അപ്പൊ അവനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ ചെയ്തു. കാറ് കൈമാറ്റം ചെയ്യാനുള്ള നാളെ കൈമാറ്റം ചെയ്യും.
അതിന്റെ സൈൻ ലെറ്ററും പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഒഫീഷ്യലായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഈ തൃശ്ശൂരിൽ ഇതുപോലൊരു തോൽവി അത് പ്രതീക്ഷിച്ചിരുന്നില്ല. വിശ്വാസമായിരുന്നു കെ മുരളീധരൻ ജയിക്കും എന്നുള്ളത്. ആ വിശ്വാസമാണ് ഇവിടെ തകർക്കപ്പെട്ടത് എന്നുള്ളതാണ് ഈ ബൈജു പറയുന്നത്. എന്തായാലും ഈ തോൽവി നനയ്ക്കാതിരുന്ന പലരുമുണ്ട്, അക്കൂട്ടത്തിൽ ഒരാളാണ്. എന്തായാലും ഈ പന്തയം വച്ച കാർ അത് നാളെ കൈമാറാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.